ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് പെർമ്യൂട്ടേഷൻ? അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെർമ്യൂട്ടേഷൻ ഈസ് എ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിലെ എലമെൻറ്റ്സിനെ റീ അറേഞ്ച് ചെയ്യണതിനെയാണ് നമ്മൾ എന്താ പറയുക, പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ലെറ്റ് എ ഈക്വൽ ടു എ എന്നുള്ളത് സെറ്റ് 1 2 3 4 4 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്കകത്തെ എലമെൻറ്റ്സ് നമ്മളൊന്ന് നിരത്തി എഴുതാണ് 1 2 3 4. റീ അറേഞ്ച് ചെയ്യാണ് ഈ 4 എലമെൻറ്റ്സുകൾ നമ്മൾ ഒരു പൊസിഷനിൽ എഴുതാം. അപ്പോൾ ഞാൻ 1 താഴെ 1 എന്ന സ്ലോട്ടിൽ നമ്മൾ എന്തെടുത്തു, 3 കൊടുത്തു. അപ്പോൾ റീ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇനി 3 വേറെ എവിടെയും വരാൻ പാടില്ല. ഓക്കെ, 2ൻ്റെ സ്ഥാനത്ത് മേ ബി 4 വരികയാണെങ്കിൽ ഇനി ആകെ 2 പൊസിഷൻ ഉണ്ടോ, അവിടെ 2 നമ്പേഴ്സ് ഉള്ളൂ. ഏതൊക്കെയത് 1ഉം 2. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റി എഴുതാം 1 2. അങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യണതിനാണ് നമ്മൾ എന്താ പറയുക, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 എടുക്കണം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 and 5. അപ്പോൾ അതിൽ പലതരത്തിൽ നമുക്ക് പെർമ്യൂട്ടേഷൻസ് ഉണ്ടാവും അല്ലേ. ഇത് നമുക്ക് എത്ര 5 എലമെൻറ്റ്സ് ഉണ്ട്, 5 എലമെൻറ്റ്സ് നമുക്ക് പലതരത്തിൽ റീ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതൊരു എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തത്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 4, 2ന് 2, 3ക്ക് 5, 4ന് 3, 5ന് 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ഒറ്റ നമ്പറും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല അല്ലേ. താഴത്തുള്ള നമ്പേഴ്സ് നോക്കിയപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, 4 2 5 3 1. അതായത് 4 ഒരു വട്ടം വരുന്നുള്ളൂ, 2 ഒരു വട്ടം വരുന്നുള്ളൂ, 5 ഒരു വട്ടം വരുന്നുള്ളൂ, 3 ഒരു വട്ടം വരുന്നുള്ളൂ, 1 ഒരു വട്ടം വരുന്നുള്ളൂ. ആൻഡ് 1 2 3 4 5 എല്ലാ നമ്പേഴ്സും ഒരു വട്ടം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടാവും. ആ ഫംഗ്ഷൻ 1 1 ആണ്. ഒരു എലമെൻറ്റ് 1ന് ഒരു ഇമേജ്, 2ന് വേറൊരു ഇമേജ് അല്ലേ, 4ന് ഒരു ഇമേജ്, അങ്ങനെ എല്ലാ എലമെൻറ്റിനും ഒരു ഇമേജ് മാത്രം. ഇനിയോ 5 എടുത്താൽ അത് ഏതിൻ്റെ പ്രീ ഇമേജാ, 3യുടെ ഇമേജാണ് അല്ലേ. 2 എന്നത് 2ൻ്റെ പ്രീ ഇമേജ് അല്ലേ. ഓക്കെ, 4 എന്നത് 1ൻ്റെ ഇമേജ് ആണ്. അതായത് എല്ലാ ഫംഗ്ഷൻ ആ പെർമ്യൂട്ടേഷൻ എന്നുള്ളത് എന്താണ്, ഇറ്റ് ഈസ് ഓൺ ടു പെർമ്യൂട്ടേഷൻ ഓൺ ടു ആണ്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ്. എവിടെ നിങ്ങടാ, ഫ്രം എ ടു എ അല്ലേ. മുകളിലുള്ളത് 1 2 3 4 5, താഴത്ത് 1 2 3 4 5 ആണ്. അപ്പോൾ ഇതും എ ആണ്, ഇത് എ ആണ്. സെറ്റിനകത്ത് ഓർഡർ വിഷയമല്ല. സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്നേ പറയുള്ളൂ. അവിടെ ഓർഡർ ആവശ്യമില്ല. അപ്പോൾ മുകളിലുള്ള നമ്പേഴ്സും എ ആണ്, താഴത്തുള്ള നമ്പേഴ്സും എ ആണ്. സോ നമ്മളെ പെർമ്യൂട്ടേഷൻ എന്നുള്ളത് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, 1 1ഉം ഓൺ ടു ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. ലെറ്റ്, അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1ന് താഴെ 4. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഈ പെർമ്യൂട്ടേഷനെ നമ്മൾ പേര് കൊടുക്കുകയാണ്. ഈ പെർമ്യൂട്ടേഷൻ നമ്മൾ സിഗ്മ എന്ന് പേര് കൊടുക്കുകയെന്ന് വെച്ചാൽ സിഗ്മ ഇസ് ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് 1ന് താഴെ 1ൻ്റെ ഇമേജ് മുകളിൽ എന്ത് ചെയ്യുക, ആ എക്കകത്ത് ആൾക്കാരെ എഴുതുക 1 2 3 4 5. ഇനി താഴത്തെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് ഇമേജാ, 4, 2ന് 2, 3ക്ക് 5, 4ന് 3 5 1. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്താ പറയുക, പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ നമ്മൾ ഈ തരത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പെർമ്യൂട്ടേഷൻ ക്യാൻ ബി notated as sigma is equal to 1 4 2 2 3 5 4 3 1 5. ഇത് ഒരു പെർമ്യൂട്ടേഷൻ ആണ്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. 1ന് സ്ഥാനത്ത് 4ന് വരണമെന്നില്ല. 1ന് സ്ഥാനത്ത് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. അത് 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് 5 പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത 2ന് താഴത്ത് നമുക്ക് എത്ര ഉണ്ട്, 1ൻ്റെ താഴത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 2ൻ്റെ താഴത്ത് 4 പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നമുക്ക് ഇതിനെ പലതരത്തിൽ റീഅറേഞ്ച് ചെയ്യാം. ഇനി ഇതിലൂടെ പറയാനുള്ളത്
ഈ ഫംഗ്ഷൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് സിഗ്മ ഓഫ് 1, അതായത് 1ൻ്റെ ഇമേജ് ആരാ? ഈസ് 1ന് നേരെ താഴെ ആരാണോ അത് 4. സിഗ്മ ഓഫ് 3, അപ്പോൾ എന്താ വരിക? വാട്ട് ഈസ് സിഗ്മ ഓഫ് 3? വിച്ച് ഈസ് ഈക്വൽ ടു 5. സിഗ്മ ഓഫ് 4 ഈസ് ഈക്വൽ ടു 3. അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് അങ്ങനെ നമുക്ക് 5 എണ്ണത്തിൽ എഴുതാം. സിഗ്മ 1, സിഗ്മ 2 ഒക്കെ എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ ഡെഫിനിഷൻ പറയാണ്. എ പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റ് എ ഇസ് എ ഫംഗ്ഷൻ സിഗ്മ ഫ്രം എ ടു എ. പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം ദാറ്റ് സെറ്റ് ടു ഇറ്റ് സെൽഫ്. ആ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള, അതായത് അതിൻ്റെ റേഞ്ചും ഡൊമൈനും കോഡൊമൈനും സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ബോത്ത് 1, 1 ആൻഡ് 1, 2. അപ്പോൾ എന്താണ്? അതൊരു ഫംഗ്ഷൻ ആവണം. ആ ഫംഗ്ഷൻ 1, 1 ആൻഡ് 1, 2 ആയിരിക്കണം. ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യാൻ വെച്ചാൽ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി അടുത്തൊരു ഇത് പറയണത് 2 പെർമ്യൂട്ടേഷൻ സിഗ്മ ആൻഡ് ടോ. സിഗ്മ എന്ന് പറഞ്ഞൊരു പെർമ്യൂട്ടേഷൻ എടുത്തു എക്കകത്ത്, ടോ എന്നത് മറ്റൊരു പെർമ്യൂട്ടേഷനാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എന്ന് പറയണമെങ്കിൽ, സിഗ്മ ഈക്വൽ ടു ടോ എന്ന് പറയണമെങ്കിൽ സിഗ്മ ഓഫ് എ ഇസ് ഈക്വൽ ടു ടോ ഓഫ് എ ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ആ ക്യാപിറ്റൽ എക്കകത്ത് ഏത് എടുത്താലും ടോ ഓഫ് എയും സിഗ്മ ഓഫ് എയും ഈക്വൽ ആയിരിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷൻസ് എഫ് ജി, രണ്ട് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പറയപ്പോഴാണ് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പറയണമെങ്കിൽ എന്തുണ്ടാവണം? എഫ് ഇസ് ഈക്വൽ ടു ജി എന്ന് എപ്പോഴാണ് പറയാം? എഫ് ഈക്വൽ ടു ജി എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് ആയിരിക്കണം. അപ്പോൾ അതേപോലെ സിഗ്മ ഈക്വൽ ടു ടോ എന്ന് പറയണമെങ്കിൽ സിഗ്മ ഓഫ് എ ഈക്വൽ ടു ടോ ഓഫ് എ ഫോർ എവറി എ ബിലോങ്സ് ടു, അതായത് എല്ലാറ്റിനും ഇമേജ് സെയിം ആവണം. ഇനി നമ്മൾ പറഞ്ഞു സിഗ്മ എന്നുള്ളത് ഇസ് എ ഫംഗ്ഷൻ. എവിടുന്ന് എങ്ങടാ? ഫ്രം എ ടു എ, എ എയിലേക്കുള്ള ഫംഗ്ഷനാണ്. അത് എന്തൊക്കെയാണ്? വിച്ച് ഈസ് 1, 1 ആൻഡ് 1, 2. അപ്പം നമുക്കറിയാം 1, 1 on 2 ആയ എല്ലാ ഫംഗ്ഷൻസും ഇൻവേർട്ടിബിൾ ആണ്, അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് എന്ത് ചെയ്യും? എക്സിസ്റ്റ്. സിഗ്മ ഇൻവേഴ്സ് എവിടുന്ന് കണ്ടത്? സിഗ്മ എന്നുള്ളത് എവിടുന്ന് കണ്ടാ? എയിലേക്കാണ്. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് എവിടുന്ന് ഉണ്ടാവുക? ഇറ്റ് ഈസ് ഫ്രം തിരിച്ചല്ലേ, വിച്ച് ഈസ് എ ടു എ. സിഗ്മ ഇൻവേഴ്സ് എയിലേക്കാവും. അപ്പോൾ സിഗ്മ ഒരു പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ സിഗ്മ ഇൻവേഴ്സ് എന്തായിരിക്കും? ഒരു പെർമ്യൂട്ടേഷൻ ആവും. അപ്പോൾ ഏതൊരു പെർമ്യൂട്ടേഷൻ്റെയും ഇൻവേഴ്സ് ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കാനാകാം? അപ്പോൾ ലെറ്റ് സിഗ്മ എ ഈക്വൽ ടു സെറ്റ് തന്നു. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. സിഗ്മ നമുക്ക് തരാണ്. സിഗ്മ ഈക്വൽ ടു സിഗ്മ നമ്മളെങ്ങനെ എഴുതാം? എയുടെ എലമെന്റ്സ് മുകളിൽ എഴുതാം. 1, 2, 3, 4. ഇനി ഇമേജ് നമുക്ക് 1ന് ഒരു 3 കൊടുക്കാം, 2ന് താഴെ 4, 3ക്ക് താഴെ 1, 4ന് താഴെ 2. ഇതാണ് നമ്മുടെ സിഗ്മ. എങ്ങനെ സിഗ്മ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം? സിഗ്മ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിഗ്മ ഇൻവേഴ്സ് ഈക്വൽ ടു ആദ്യത്തിനൊന്ന് തിരിച്ചെഴുതാം. എന്ത് ചെയ്യുക? താഴത്തുള്ള ലൈൻ ആദ്യം എഴുതാം. ഓക്കെ, നമ്മൾ എഴുതി ഒന്നുകൂടി എഴുതാം. 3, 4, 1, 2. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആ ടേമിനെ 3, 4, 1, 2 മുകളിൽ എഴുതി. പിന്നെ 1, 2, 3, 4. എന്ത് ചെയ്തു? നേരെ സിഗ്മ ഇൻവേഴ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്തു? ഇത് തിരിച്ചെഴുതി. താഴത്തുള്ളതിനെ മുകളിലേക്കുള്ള താഴത്തെ എഴുതി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്താ വരിക? വിച്ച് ഇസ് therefore സിഗ്മ ഇൻവേഴ്സ് പോകുന്നോണ്ട് എഴുതാം. സിഗ്മ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 3, 4, 1, 2, 1, 2, 3, 4. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? മുകളിലുള്ളതിനെ ഒന്ന് ഓർഡർ ആക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു, മുകളിലുള്ളതിന് ഓർഡർ എഴുതാറുന്ന ഫസ്റ്റ്
നമുക്ക് എന്തുണ്ടാവണം? ഫസ്റ്റ് 1 ഉള്ള ടേം വരണം അല്ലേ? അപ്പോൾ ഇതാദ്യം എഴുതുക 1 3. ഇനി അടുത്തതാരാ? 2 4, അതാണ് എഴുതുക. ദെൻ 3 1 അല്ലേ? 3 1, ലാസ്റ്റ് 1 4. സോ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു മോളിൽ എന്താ 1 2 3 4 എന്ന ഓർഡറിലല്ലേ? അതൊരു ഇമേജ് കിട്ടി. ഓക്കെ, ഇതാണ് സിഗ്മയുടെ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പെർമ്യൂട്ടേഷൻ കിട്ടിയാൽ അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6. സിഗ്മ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇത് ഒന്ന് തിരിച്ചെഴുതാം. താഴത്തുള്ളത് മുകളിൽ, മുകളിൽ താഴത്ത്. അപ്പോൾ 5 3 4 6 2 1 മുകളിൽ എഴുതി. മുകളിലത്തെ റോയിലുള്ള 1 2 3 4 5 6 എന്ന് രണ്ടാമത്തെ റോ ഒക്കെ എഴുതി. അത് റോ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? റീ അറേഞ്ച് ചെയ്യാം. മുകളിൽ 1 2 3 4 5 6 വരുന്ന തരത്തിൽ. അപ്പോൾ ആദ്യം 1 6 എന്നുള്ള കോളം, അടുത്തത് 2 5 എന്നുള്ള കോളം, അടുത്തത് 3 2 എന്നുള്ള കോളം, പിന്നെ 4 3 എന്നുള്ള കോളം, 5 1 എന്ന കോളം, ലാസ്റ്റ് 6 4. So we get this. This is the sigma inverse. Okay. ഒന്നുകൂടി പറയാം. Let sigma is equal to 1 2 3 4 5 5 2 4 1 3. ഇതാണ് നമ്മളെ സിഗ്മ. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? സിഗ്മ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു റിവേഴ്സ് എഴുതാം. 5 2 4 1 3 1 2 3 4 5 which is equal to, ഇനി എന്ത് ചെയ്യാം? ഓർഡറിൽ എഴുതാം. കളർ ചേഞ്ച് ചെയ്യാം. ഓർഡറിൽ എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക? ഫസ്റ്റത്തെ 1 4, അടുത്തത് 2 2, then 3 5 4 3, and last one 5 1. Okay, 5 1. സോ ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ്. ഇനി ഇവിടെ പറയാൻ പറ്റ ഒരു കാര്യം കൂടി. ഇഫ് സിഗ്മ ഇസ് ഈക്വൽ ടു, സിഗ്മ എന്നത് 1 2 3 4 5 എന്നുള്ള 1 2 3 4 5 ആണ്. അപ്പോൾ അതിന് ഇൻവേഴ്സ്, അതിൻ്റെ പെർമ്യൂട്ടേഷൻ ഇങ്ങനെയാണെങ്കിൽ, അതായത് സിഗ്മ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1, സിഗ്മ ഓഫ് 2 ഇസ് ഈക്വൽ ടു 2 അല്ലേ? അതായത് ഇൻ ജനറൽ സിഗ്മ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു എ. ക്യാപിറ്റൽ എക്കകത്ത് ഏത് എ എടുത്താലും അതിൻ്റെ ഇമേജ് അതന്നെ വരാം. അതായത് 1നെ 1ലേക്ക് അല്ലേ, രണ്ട് റോയും സെയിം ആയി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ. ദിസ് ഇസ് നോൺ ആസ് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ. അപ്പോൾ ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാ എലമെൻറ്റിനെയും അതിലേക്ക് തന്നെ ചെയ്യണം. ഓക്കെ, സോ നമ്മളിവിടെ ഇതാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക്. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 and 8, and sigma is equal to 1 2 3 4 5 6 7 8 8 7 3 1 2 5 6 and 4. Find sigma inverse. ഈ ഹോംവർക്ക് ഒന്നും ചെയ്യുക. ഓക്കെ.